നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഒരു പുതിയ വഴി നോക്കിയാലോ? വെറുതെ ചോദിക്കുന്നതിന് പകരം കൽപ്പിക്കാൻ പഠിക്കാം. ഒരുപാട് പേര് അഫർമേഷൻസ് വിഷ്വലൈസേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്, പക്ഷേ റിസൾട്ട് കിട്ടാറില്ല. അതിന്റെ കാരണം എന്താണെന്ന് നോക്കാം. നമ്മൾ എനിക്കിത് വേണമെന്ന് പറയുമ്പോൾ പ്രപഞ്ചം കേൾക്കുന്നത് എനിക്കിത് ഇല്ല എന്നാണ്. അതാണ് ഈ സീക്കിംഗ് ഫ്രീക്വൻസി. അപ്പോ പ്രപഞ്ചം നമ്മളെ അവഗണിക്കുകയല്ല, നമ്മൾ അയക്കുന്ന ഇല്ലായ്മ സിഗ്നലിന് അതേപോലെ മറുപടി തരുന്നു, അത്രയുള്ളൂ. ഇതിനുള്ള പരിഹാരം സിമ്പിളാണ്. യാചിക്കുന്ന ഭാഷ നിർത്തി അവകാശപ്പെടുന്ന ഭാഷയിലേക്കങ്ങ് മാറുക. പ്രപഞ്ചം നമ്മുടെ വാക്കുകൾക്കല്ല വില കൊടുക്കുന്നത്, നമ്മുടെ ഉറപ്പിനും അധികാരത്തിനും ആ ഒരു ഫ്രീക്വൻസിക്കാണ്. അപ്പോൾ ഈയൊരു പവർഫുൾ ക്ലെയിമിംഗ് ഫ്രീക്വൻസി ഉണ്ടാക്കാൻ 2 പ്രധാന കമാൻഡുകളുണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ കമാൻഡ് ഇതാണ്: ഇത് ഇതിനകം എന്റേതാണ്. ഇത് നമ്മുടെ ഉടമസ്ഥാവകാശം ഉറപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. രണ്ടാമത്തേത് എന്റെ വാക്ക് നിയമമാണ്. ഇത് നമ്മുടെ അധികാരം ഉറപ്പിക്കുന്നു. നമ്മൾ പറയുന്നത് യാഥാർത്ഥ്യമാകും, ചോദ്യങ്ങളില്ല. ഈ കമാൻഡുകൾ നമ്മെ യാചിക്കുന്നവരിൽ നിന്ന് സൃഷ്ടാവാക്കി മാറ്റും. നമ്മുടെ വാക്കുകൾ തന്നെ യാഥാർത്ഥ്യം രൂപപ്പെടുത്തും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രയോഗിക്കാം? അതിന് 4 സ്റ്റെപ്പുകളുള്ള ഒരു സിമ്പിൾ പ്രോട്ടോക്കോൾ ഉണ്ട്. ഈ 4 സ്റ്റെപ്പുകൾ ദിവസവും ചെയ്യുക. ഇത് പതുക്കെ നമ്മുടെ ഉപബോധ മനസ്സിനെ ട്രെയിൻ ചെയ്തെടുക്കും. ചെറിയ റിസൾട്ടുകൾ പോലും വളരെ പ്രധാനമാണ്. ആ ഫ്രീക്വൻസി വർക്ക് ചെയ്യുന്നു എന്നതിന്റെ തെളിവാണത്. ഈ പ്രോട്ടോക്കോൾ സ്ഥിരമായി ഫോളോ ചെയ്താൽ ഒരു 30 ദിവസത്തെ ടൈംലൈൻ ഏകദേശം ഇങ്ങനെയായിരിക്കും. നമ്മൾ പ്രതീക്ഷ കൂട്ടുന്തോറും റിസൾട്ട് വേഗത്തിലാകും. ഇത് കണ്ടോ, ഒരാൾക്ക് 1 മാസത്തിനുള്ളിൽ കിട്ടിയ വളർച്ചയാണിത്. അപ്പോ ഇടയ്ക്ക് സംശയം വന്നാലോ? അത് സ്വാഭാവികമാണ്. നമ്മുടെ പഴയ ഫ്രീക്വൻസി നമ്മളെ പിന്നോട്ട് വലിക്കുന്നതാണ്. സംശയം തോന്നുമ്പോൾ ഉടനെ ഈ റീസെറ്റ് പ്രോട്ടോക്കോൾ ഉപയോഗിക്കുക. ഇത് നിങ്ങളെ ക്ലെയിമിംഗ് ഫ്രീക്വൻസിയിലേക്ക് തിരികെ കൊണ്ടുവരും. വിജയം ഉറപ്പാക്കാൻ നമ്മൾ സാധാരണ വരുത്തുന്ന 3 തെറ്റുകൾ ഒഴിവാക്കണം. ഇത് വളരെ പ്രധാനമാണ്. ഈ തെറ്റുകൾ നമ്മുടെ ഒഴുക്കിനെ തടയും. അതുകൊണ്ട് പ്രോട്ടോക്കോൾ കൃത്യമായി പാലിക്കുക. ഫലങ്ങൾക്ക് പരിധികളില്ലാതാവും. പ്രധാനപ്പെട്ട കാര്യം സ്ഥിരതയാണ്. ഇതൊരു മാജിക് അല്ല, ഒരു പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാണ്. അപ്പോൾ ഭാഷ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കമാൻഡ് ചെയ്യാൻ പോകുന്നത്?